പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. റാന്നി, കോന്നി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര യാത്രകൾ ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറാനും നിർദ്ദേശമുണ്ട്. മഴ ശക്തമാണെങ്കിലും കക്കി, മൂഴിയാർ ഡാമുകളുടെ ഷട്ടറുകൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഈ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ളവരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ എന്താണ് സാഹചര്യം? മഴ എത്രത്തോളം ശക്തമാണ്? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിമിഷം മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ രാത്രിയിൽ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് പമ്പാ നദിയിലും കക്കാട് ആറിലുമൊക്കെ, അച്ചൻകോവിൽ ആറിലുമൊക്കെ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴ തുടർച്ചയായി പെയ്തതിനെ തുടർന്ന് മണ്ണുകൾ, അത് വെള്ളത്തിന്റെ അംശം ഉള്ളതിനാൽ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും ചിറ്റാർ, സിതത്തോട്, വയ്യാറ്റുപുഴ തുടങ്ങിയ മേഖലകളിലൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ശക്തമായിട്ടുള്ള മഴയിൽ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മലയോര മേഖലകളിൽ ഈ ചിറ്റാർ, സിതത്തോട്, വയ്യാറ്റുപുഴ, കൊക്കാത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡാമുകളുടെ നില ഇപ്പോൾ സുരക്ഷിതം തന്നെയാണ്. ഡാമുകളിലെല്ലാം തന്നെ ആകെ പൂർണ്ണ സംഭരണശേഷിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ജലം ഉള്ളത്. വൃഷ്ടിപ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അത് അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. പ്രധാനമായും റാന്നി, തിരുവല്ല ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 1-ാം തീയതി പെയ്ത ശക്തമായിട്ടുള്ള മഴ ഓർക്കുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ വെള്ളക്കെട്ടും ഒപ്പം തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. വെള്ളക്കെട്ട് എല്ലായിടങ്ങളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഗതാഗതമൊക്കെ സുഗമമായി തന്നെ നടക്കുന്നുണ്ടെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ ആളുകൾ മാറണമെന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഈ നിമിഷത്തിൽ ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പമ്പാ നദിയിലും കക്കാട് നദിയിലും അച്ചൻകോവിൽ നദിയിലും ഉൾപ്പെടെ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.